ഇനി എന്തൊക്കെ ചെയ്യണമോ അത് നീ തന്നെ വേണം ചെയ്യാൻ. ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ഫ്ലൈറ്റ് അങ്ങ് വന്നു. പിന്നെ ഇതെന്റെ പേഴ്സണൽ റൂമിന്റെ താക്കോലാണ്. ഇന്ത്യൻ കറൻസി ഉണ്ട്, ചെലവിനെടുത്തോളൂ. ഓക്കെ, ആർ യു ഹാപ്പി? മീനു, ആ ലേബർ കോളനി എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നത് കാണാമല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് സന്തോഷമുണ്ട്. ഒന്നിച്ചല്ലേ ഇരിക്കുന്നേ, പക്ഷെ പാത്രം മാത്രം വേറെയാണെന്നേ അതെ, ഉള്ളൂ. നിന്റെ ഫ്രണ്ട് മുരളിയുടെ ഭാര്യ മരിച്ചുപോയെന്നുള്ള വിവരം നീ അറിഞ്ഞായിരുന്നോ? ആ കേട്ട്. എന്താടാ നീ ഇങ്ങനെ പറയുന്നേ? നീ പോയി കണ്ടില്ലേ? ഞാൻ എന്തിനാച്ചാ പോയി കാണേണ്ടേ? എന്താ? അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ 2 ഭാര്യമാരുടെ മരണത്തിന് ഞാൻ പോയതാ. നിക്ക്, മുരളിക്ക് എന്താ 3 ഭാര്യമാരാണ്? അല്ലാതെ അവൻ മുരളിയാണോ അതോ ഉരുളിയാണോ? അച്ഛാ, ഇത് തന്നെ ഞാൻ അയാളോട് ചോദിച്ചതാ. അവൻ പറയാ വീട്ടിൽ നിന്ന് എന്തൊക്കെ തിന്നാലും പുറത്തുനിന്ന് ചായ കുടിക്കാതിരിക്കാൻ പറ്റും. നമ്മളെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. ആ വിജയ്, എന്താ നിനക്ക് പറ്റിയത്? സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് വന്നതിന് ശേഷം നീ ഭയങ്കര ഡള്ളാണല്ലോ. ഒന്നുമില്ല. ചെറിയച്ഛൻ ശോകായിട്ടിരിക്കുന്ന കാര്യം എനിക്കറിയാലോ. എന്തറിയാം? ചെറിയച്ഛ ഇതല്ലേ കാരണം. അയ്യോ, ഇത് എവിടെ എടുത്തേ? ചെറിയച്ഛന്റെ ബെഡിന്റെ അടിയിന്നാ. അതിങ്ങട്ടാ. ഗായത്രി നിന്നോട് പറഞ്ഞ അതിന് തരാൻ. ഗായത്രി, അങ്ങനെ എന്താ ഇതില്? സൂപ്പർ ഹീറോ വിജയോട് ഞാൻ ഫോട്ടോ ചോദിച്ചിരുന്നു. ഒന്ന് കാണുന്നേരും നോക്കട്ടെ. അമ്മ നല്ല സുന്ദരിയല്ലേ? ഈ പെണ്ണ് ആരായിരിക്കും? ഹലോ ഹലോ, ഞാൻ വിജയുടെ ചേച്ചിയാ. മീനാക്ഷി ഒന്ന് കിട്ടുവോ? അയ്യോ ഗ്രേറ്റ് മാഡം, ഞാൻ മീനാക്ഷി സംസാരിക്കുന്നത്. ഓ, എങ്ങനെ ഇരിക്കുന്നു മോളെ? സുഖാണോ? പിന്നെ നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? മീനാക്ഷി, ഞാനൊരു കാര്യം ചോദിച്ചാ മറുപടി പറയോ? ചോദിക്കേ. വിജയെ നിനക്ക് ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് ലൈക്ക് ഹിം. എന്താ ഒന്നും സംസാരിക്കാത്ത? ഞാൻ വിജയനെ ഇഷ്ടപ്പെടാൻ മാത്രമല്ല ലവും ചെയ്യുന്നുണ്ട്. ഒന്ന് തളർന്നു പോയി. പക്ഷെ വിജയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അവനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മീനാക്ഷി, നീ എനിക്ക് വേണ്ടി ഇന്ത്യയിലേക്കൊന്ന് വരണം. മൈ ഫസ്റ്റ് ലവ്, പൂജ. Shaker, let's go. It's getting late. മീനു റെഡിയാണോ? എന്താ അങ്കിൾ, വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഏതോ സ്കൂളിൽ കൊണ്ടുവന്നത്? ഇവിടെയാ മോളെ വിജയ് ഉള്ളത്. വിജയോ? ആ, വിജയ് ഇവിടെ. അത് പിന്നെ വേറെ ഒന്നുമില്ല, ഇത് അവന്റെ ചേച്ചിയുടെ സ്കൂളിലെ ഗസ്റ്റ് ഹൗസാ. അവൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നതിന് ശേഷം എന്തോ വല്ലായ്മ പോലെ തോന്നി. അപ്പോ ചേച്ചി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്ന് മാറി കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോന്നു. ആ മീനു, ഇവളെവിടെ പോയി? അവള് പോയിട്ട് കുറെ നേരമായി. ഓ, കുറെ നേരമായോ? എന്നാ വാ, നമുക്ക് പോവാം. അവര് വന്നോളും, കേറിക്കോ. വെറുതെ നമ്മളെന്തിനാ ഇവിടെ? മരുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെ വിളിക്കാം? ആരാ ഇവിടെ വന്നേ? എന്താ ഒരു ശബ്ദം കേട്ടെ?
ഇതെന്ത് മറിമായും ഫ്രണ്ടും ബാക്കും ഒരേ സ്ഥലത്തിരിക്കുന്നു. സംതിങ് ഈസ് റോങ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്നാ ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പട്ടാപ്പകല് കണ്ണും നട്ട് ഇരിക്കുമ്പോഴും വന്ന് ശല്യം ചെയ്യുക. അയ്യോ, എന്താ ചെയ്യുന്നതെന്നറിയില്ല. ഇത് കേട്ടോ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലുണ്ട്. ഇതെന്താ മീനുവിന്റെ പെർഫ്യൂം പോലെ? ശരി, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. അതുപോലെ നിന്നെ കല്യാണം കഴിക്കാനും വയ്യ. പോയിക്കോ, പ്ലീസ് ഗെറ്റ് ഔട്ടേ. പോകുന്നില്ലേ? മസിൽ പിടിക്കുക നീ? ചിരി, നീ എന്താ ചിരിക്കുന്നേ? എന്നെ കണ്ടിട്ട് കോമാളിയെ പോലെ ഉണ്ടല്ലേ? നിക്ക്, ഞാൻ കാണിച്ചു തരാടി. പ്രേതം, 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 അയ്യോ പ്രേതം. ഞാൻ പ്രേതമല്ല, മീനു, നിന്റെ മീനു. മീനു? മീനു? ഏയ് മീനു, നീ എപ്പോഴും ഇവിടേക്ക് വന്നേ? ഇപ്പഴാ ഞാൻ ഇവിടെ എത്തിയത്. നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടാ. ഇത് സ്വപ്നമല്ലല്ലോ, ഞുള്ളു. ആ ഇതെന്താ ഇങ്ങനെ ഞുള്ളിയേ? ഇപ്പൊ ഞാൻ നിന്നെ നുള്ളിയത് എന്നെ പ്രേതോന്ന് വിളിച്ചതിന്. സ്റ്റുപ്പിഡ്, ഇഡിയറ്റ്, നോൺസെൻസ്. ഇത്രയ്ക്ക് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് വാ തുറന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ പോരെ? അത് കളഞ്ഞിട്ട് ഈ ഷെലിയുടെ അടുത്താണോ നിന്റെ പ്രേമം പറയുന്നത്? ഇല്ല മീനു, നിനക്കറിയില്ല, നിന്റെ ചേട്ടനാണ്. അയ്യോ, ചേട്ടൻ, ചേട്ടൻ, ചേട്ടൻ. നീ എന്നെ സ്നേഹിക്കാണോ എന്റെ ചേട്ടനെ സ്നേഹിക്കാണോ? നോക്ക്, ഈ ലോകത്ത് നീ എവിടെ പോയാലും ശരി, ഞാൻ നിന്നെ വിടില്ല. ദാറ്റ് ഈസ് മീനാക്ഷി സുന്ദരം, അലൈസ് മീനാക്ഷി, അലൈസ് മീനു, അലൈസ് ദ ഗ്രേറ്റ് ഇഡിയറ്റ്. ഞാൻ പറയുന്നത് മനസ്സിൽ കുറിച്ചോ? ഈ ജന്മത്തിൽ വേറെ ഏത് പെണ്ണിനെയും നിന്റെ അടുത്ത് വരാൻ വിടില്ല ഈ മീനാക്ഷി. പറ, പറ ഐ ലവ് യു എന്ന്. മീനു, ഹേയ്, ഇപ്പൊ നീ എന്നെ ലവ് ചെയ്യുന്നോ ഇല്ലയോ? സേ യെസ് ഓർ നോ. യെസ്, ഐ ലവ് യു. അത് പറ്റില്ല. എന്താ പ്രൂഫ്? അതല്ലേ ഇപ്പൊ പറഞ്ഞത്. വാ തോർന്നിട്ടല്ല, വാ അടച്ചോണ്ട് പറയണം. അതെങ്ങനെ വാ മൂടി പറയുന്നത്? ഇങ്ങനെ. എന്താ? അയ്യോ, കിസ്സോ? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഹേയ്, ശരി, നീ തരണ്ട, ഞാൻ തരാം. Take it free. വേണ്ട, വേണ്ട മീനു, വേണ്ട, വേണ്ട മീനു, മര്യാദയ്ക്ക് വേണ്ട, വേണ്ട, തന്നേക്ക്. വേണ്ട, വേണ്ട. തന്നേക്ക്. അയ്യോ വേണ്ട, എന്നെ വിട്ടേക്ക് മീനു. മര്യാദയ്ക്ക് kiss ചെയ്യ്. മീനു കത്തി അല്ലെങ്കിൽ- അല്ല ചുറ്റിക അടിച്ച വേദനിക്കും. അറിയാലോ, എന്നാ മര്യാദയ്ക്ക് kiss ചെയ്യ്. വേണ്ട മീനു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേക്ക്. നിന്നെ അയ്യോ, വേണ്ട. That's a good boy. എന്ത് ചെയ്യാൻ പോവാ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കാം. മീനു? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റ് അറിയാമോ മീനു? എന്റെ ദൈവമേ, എന്റെ മാനം പോയനെ. അവിടെ നിക്ക് വിജയ്. വിജയ്, കതവ് തുറക്ക്. ഏയ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ നീ കതവ് തുറന്നില്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചിട്ടകത്ത് വരും. തുറക്ക്. നിന്നെ ഞാൻ കിസ് ചെയ്യാതെ ഇവിടുന്ന് പോകില്ല. കതവ് തുറക്ക്. ആരാ നീ ഇവിടെ വന്നെന്താ ബഹളം ഉണ്ടാക്കുന്നേ? ഹേയ്, that's none of your business. കതവ് തുറക്ക്. തുറക്കുന്നുണ്ടോ ഇല്ലയോ? ചോദിച്ചു കേട്ടില്ലേ, ആരാകത്ത്? ഒരു പ്രാന്തൻ, ഒരു പേടിത്തൂറി. എന്റെ ബ്രദറിന്റെ അടുത്ത് സംസാരിക്കാൻ ധൈര്യമില്ലാതെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നു. ഒന്ന് പേടിപ്പിച്ചതും ഐ ലവ് യു പറഞ്ഞു. അത് കൺഫേം ചെയ്യാൻ കിസ് ചെയ്യാൻ പറഞ്ഞാൽ ദാ അകത്ത് പോയി ഒളിച്ചു. ഹേയ്, മിസ് അല്ല, കിസ്. അതെ, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണല്ലേ. സ്കൂൾ ഗസ്റ്റ് ഹൗസിൽ വന്നെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇപ്പൊ നീ പോകുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ? വിളിച്ചോ, പോലീസ് പ്രൊട്ടക്ഷനോടെ കിസ് ചെയ്യാം. അയ്യോ, എന്നെ മനസ്സിലായി കാണില്ലായിരിക്കും അല്ലേ? ആരാ നീ? വലിയ കൊമ്പനാണോ? നിനക്കറിയോ, അകത്തില്ലേ അവനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണ. കല്യാണം കഴിച്ചതിന് ശേഷം ഈ സ്കൂൾ എന്റെ സ്വന്തമാ. പിന്നെ ഐ വിൽ ഡിസ്മിസ് യു ഫ്രോം ദിസ് ജോബ്. ഞാൻ വിചാരിച്ചേ കല്യാണം നടക്കില്ല കേട്ടോ. ഹേയ്, എന്താ പറഞ്ഞ? ആഫ്റ്റർ നീ ഒരു ടീച്ചർ, എന്ത് ധൈര്യം നിനക്ക്? ഏയ് മീനു, നീ ആരാന്ന് വിചാരിച്ചേ? ഇവരുടെ പെർമിഷൻ ഇല്ലാതെ കല്യാണം നടക്കില്ല. ഇതെന്റെ ചേച്ചിയാ. ചേച്ചിയാണെങ്കിൽ വലിയ ചേച്ചി അല്ല, ഏട്ടത്തി, അമ്മ, ആന്റി, സോറി. ഐ ആം സോറി ആന്റി. അത് ഞാൻ ഇനി ഞാൻ ലിപ് കിസ് ഒന്നും ചോദിക്കത്തില്ല. സത്യമായിട്ട് ആന്റി, ആന്റി പറഞ്ഞെങ്കിൽ ഞാൻ ഈ ലിപ്സ്റ്റിക് പോയിടില്ല. പേടിക്കണ്ട, വെറുതെ ഒരു തമാശയല്ലേ. വിജയ്,
ഇവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോ. സ്കൂളിൽ പരീക്ഷ നടക്കല്ലേ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. ശരി, ചേച്ചി. എൻജോയ്. വിജയ് അടുത്ത് പോയി നിൽക്കടാ. ഒന്ന് ചുമ്മാ അങ്ങനെയാ വേണ്ടത്. പക്ഷെ അവൻ നാണിച്ചിരിക്കല്ലേ. വീട് ഡാഡി. ഇപ്പൊ ഇച്ചിരി നാണമൊക്കെ കാണും. കല്യാണത്തിന് ശേഷം കർപ്പൂരം ഉരിയുന്നത് പോലെ ഇവളെ തന്നെ ചുറ്റി ചുറ്റി നടക്കും. എന്റെ പ്രിയപ്പെട്ട മരുമകളെ വലതുകാലെടുത്ത് വെച്ച് കേറി വാ. 1952 എന്റെ ഭാര്യ അമൃതവല്ലി ഈ വീട്ടിലേക്ക് തുടങ്ങി. വന്നപ്പോ ഇതുപോലെ തന്നെയാണ് ഒഴിഞ്ഞത്. 1952-ലല്ലച്ചാ. എപ്പോ ഒഴിഞ്ഞിട്ടാലും ഇങ്ങനെ ഒഴിഞ്ഞിടൂ. വളച്ചും തിരിച്ചും ചുറ്റിയാ താഴെ പോകും. എന്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും ഫ്ലാഷ് ബാക്കിലേക്കാണല്ലോ പോകുന്നത്. മോളെ മീനാക്ഷി, നിന്നെ കണ്ടാൽ മഹാലക്ഷ്മിയെ പോലെ തന്നെയാ. അതുകൊണ്ടല്ല ചുരിദാറിട്ട മഹാലക്ഷ്മി. അച്ഛാ, ഇതിനെന്താ ഒരു കുഴപ്പം? ഇത് കമ്പ്യൂട്ടർ കാലമല്ലേ, ഇതല്ലേ ഫാഷൻ. മിണ്ടാതിരിക്കണം. ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേട്ട് നിൽക്കണം. മീനാക്ഷി, വന്ന മരുമക്കൾ 2 പേർക്കും ഞാൻ ടെസ്റ്റ് നടത്തിയായിരുന്നു. ടെസ്റ്റോ? സിമ്പിൾ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നീ പാസ്സായാ നിന്നെ ഞാൻ മരുമോളായിട്ട് കാണും. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അച്ഛൻ എന്താന്ന് വെച്ചാ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എന്ത് ടെസ്റ്റ് ഒന്നും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാ ഇങ്ങനെ കുട്ടികളെ പ്രസവിച്ച് പൂച്ച പോലെ നടക്കണം. ഇപ്പൊ ഈ വീട്ടിൽ ഞാനും ചേട്ടനുമാണ് കുട്ടികളെ പ്രസവിച്ച പൂച്ച. അനിയൻ ഇനി നിന്നെ കല്യാണം കഴിച്ചു വേണം കുട്ടികളെ പ്രസവിക്കുന്ന പൂച്ചയായി മാറാൻ. എന്താ എല്ലാരും കൂടെ ഒരു കൂടിയ ആലോചന? അച്ഛൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അവന്മാർ 2 പേരും കൂടെ കിടന്ന് ഉരുളുക. അതെന്താണെന്നൊന്ന് പറയച്ചാ. എന്നാ ടെസ്റ്റ്? പാചകം ടെസ്റ്റ്. മീനു, നിനക്ക് കിച്ചണിൽ എന്തൊക്കെ അറിയാം? ഓ, കോളമാക്കി. കിച്ചണില് എനിക്ക് കിച്ചണിൽ എല്ലാം അറിയാം. നിങ്ങൾ എന്നെ കിച്ചണിൽ കൊണ്ട് കാണിച്ചാൽ മതി. ഇത് ഗ്യാസ് സ്റ്റോവ്, ഇത് സിലിണ്ടർ, ഇത് മൈക്രോവേവൻ, ഇത് ഫ്രൈയിങ് പാൻ, ഇത് ഫ്രിഡ്ജ് എന്ന് എനിക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. അതല്ല മോളെ, കുക്കിങ്ങിൽ നിനക്ക് എന്തറിയാമെന്നാ ചോദിച്ചേ. കുക്കിംഗില് ഗ്യാസ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ അറിയാം. വെരി ഗുഡ്. ഇറ്റ്സ് ഓക്കേ. വേറെ ഒന്നും അറിയില്ല നിനക്ക്? എന്താ, ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം ചൂടാക്കും, പിന്നെ അതിനെ ആറ്റും. നീ എന്താ ആറിക്കാനാ? അത് തന്നെ ആറിക്കോളൂല്ലോ. ശരിയാ. അതൊക്കെ കഴിക്കുന്ന സാധനത്തില് എന്തൊക്കെ അറിയാം നിനക്ക്? അതായത് എങ്ങനാ സാമ്പാർ വെക്കുന്നത്? സാമ്പാർ സാമ്പാർ രസത്തിന് മുമ്പേ കഴിക്കുന്ന സാധനം. ദേ, പിന്നെ ഞാൻ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാ. എല്ലാവരും എന്നോടും അങ്ങനെ തന്നെ പെരുമാറണം. അല്ലെങ്കിൽ നിസ്സാരമായി എല്ലാത്തിനും ഞാൻ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ് തള്ളിക്കളയും. എന്താ ഇത് ചീത്ത വിളിക്കുന്ന? ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. സംശയം ഉണ്ടെങ്കിൽ സാമ്പാർ, വെണ്ടയ്ക്ക വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക സാമ്പാർ വെക്കുമോ നമുക്ക്? വെരി ഗുഡ്. എന്ത് കറികളൊക്കെയാ വെക്കുന്നത്? ആടുകറിയാ, പോത്തുകറിയാ, പന്നിക്കറിയാ? നോ. ഓക്കെ. എല്ലാ കറിയും വെക്കുമോ നമുക്ക്? അതല്ല മോളെ, അല്ല മോക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. സ്പെഷ്യാലിറ്റി വീണ്ടും എന്തിനും ചീത്ത വിളിക്കുന്നത്? പെട്ടെന്ന് ചീത്ത വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ ആലോചിക്കായിരുന്നു. കറി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാ. ഈ വെള്ളരിക്ക പോലെ വലിച്ചു നീട്ടി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കറി ഉണ്ടാക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അല്ല, ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് ചീത്ത വിളിച്ചോട്ടെ? പിന്നെ കൂട്ടങ്ങനെ കൂട്ടാം. 1 + 1 2 2 + 2 4 4 + 4 4 4 8 8 8 16. ഓ, നിന്നെ കൊണ്ട് തോറ്റു. നീ എന്തിനാ ഇങ്ങനെ പടവലങ്ങാ നീളത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നത്? കൂട്ടിയും കുറച്ച് നോക്ക്, കണക്ക് ശരിയാവും. പടവലങ്ങ കൂട്ടാൻ വെക്കും. അമ്മ പെണ്ണ് പിടിക്കുക. ആഹാ, എന്റെ മരുമോളെ, നിന്റെ സ്പെഷ്യൽ ഐറ്റം എല്ലാം എനിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. താങ്ക്സ് അങ്കിൾ. അപ്പൊ ഞാൻ എല്ലാ ടെസ്റ്റിലും പാസ്സായില്ലേ? കഴിച്ചതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. കറക്റ്റ്. നമ്മൾ ഏത് ഹോട്ടലിലാ പോയി കഴിക്കാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് എനിക്ക് ചീത്ത വിളിക്കാൻ പറ്റില്ല. ചോദ്യം കേട്ടില്ലേ? ഏത് ഹോട്ടല്? ഇത് തന്നെ ഹോട്ടല്. നീ പാചകം ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ അത് കഴിക്കാൻ പോകുന്നു. എഴുന്നേക്ക്. എനിക്ക് ഇന്നത്തെ ദിവസം 1 മണിക്ക് മുമ്പേ ലഞ്ച് ടേബിളിൽ കണ്ടിരിക്കണം. ചെല്ല്. നിങ്ങൾ അവിടെ ഇരിക്ക്. നീ പോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിൽ പകുതി സാമ്പാർ ഇങ്ങോട്ട് ഒഴിക്കേ. ആർത്തി കാണിക്കാതെ ഇരിക്ക്. വെക്ക് വെക്ക്. കോരി ഒഴിക്ക്. വാസന കേട്ട് കൊതിയാവുക. അവന് ഒരുപാട് ഇട്ട് കൊടുക്ക്. ഓ, വിശന്നിട്ട് ജീവൻ പോവുക. വേഗം ആവട്ടെ. എടാ, വെണ്ടയ്ക്ക് കളയാ എടുത്ത് കഴിക്കടാ. ഇങ്ങോട്ട് താ. തരാനൊരു മടിയാണ്. ആഹാ, 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 ആഹാ. ഭയങ്കര സപ്പോർട്ടാണല്ലോ.
ആഹാ. കൊള്ളാം കൊള്ളാം, ഉം. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. സത്യമാണ് പറയുന്നത് അങ്കിൾ. നന്നായിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത് സാധാരണയാ മോളെ, ആ. അത്ഭുതമായിട്ടുണ്ട്. നിനക്ക് മീനാക്ഷി എന്ന് പേരിട്ടത് തെറ്റ്. നിനക്ക് അന്നപൂർണ എന്ന് പേരിടണം. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. പിന്നെന്താ ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെ ഉള്ളത്? അത് കഴിച്ചതിന്റെ മയക്കവാ. അതെ. നീ അങ്ങോട്ട് ചെന്ന് കൃഷ്ണൻ ഇച്ചിരി കറി ഒഴിച്ചു കൊടുക്ക്. അയ്യോ എനിക്ക് വേണ്ട, അവന് കൊടുക്കും. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. തീർന്നു പോയോ? വേഗം ചെന്ന് എടുത്തോണ്ട് വാ മോളെ. ശരി അങ്കിൾ. അച്ഛാ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? അതേടാ, ഒന്നും നന്നായിട്ടില്ല. അതിനെന്തിനാടാ എല്ലാവരും മോഹം ഇങ്ങനെ വാട്ടി വെച്ചേക്കുന്നേ? ഞാനും നന്നായിരിക്കുന്നത് വെറുതെ പറഞ്ഞതാ. അച്ഛൻ എന്തായി പറയുന്നേ? ഞാൻ ടെസ്റ്റ് ചെയ്തത് അവിടെ പാചകമല്ലടാ, അവിടെ താല്പര്യമാണ്. നിങ്ങൾ കണ്ടോ, അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്ന 1 മാസത്തിനകം നിങ്ങളുടെ 2 ഭാര്യമാരെക്കാട്ടിലും നന്നായിട്ട് പാചകം ചെയ്യും. ഓ 10 പേരോ? എന്റെ ഈശ്വര, അതെന്ത് വീടാണോ ലേബർ കോളനിയോ? അച്ഛൻ വലിയ മഹാനാ, നല്ല മനസ്സുള്ള ആള്, എന്തും സഹിക്കുന്ന ഹൃദയം. എനിക്കിത് സഹിക്കാൻ വയ്യച്ച. എന്താ വിജയ്, ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, അവൻ ചുമ്മാ പറഞ്ഞതാ മോളെ. മീനാക്ഷി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് സാരി ഉടുത്ത് നടക്കണം, മനസ്സിലായോ? നിനക്ക് ഉടുക്കാൻ അറിയാവോ? ആ, നന്നായിട്ട് അറിയാം. ഞാനും വിജയ് 2-3 പ്രാവശ്യം. എന്തോ സാരി ഉടുക്കാൻ അറിയാമെന്നാ ചോദിച്ചേ. സാരിയോ? യെസ്, നീ സാരി ഉടുത്തെങ്കിൽ മാത്രമേ വിജയെ കല്യാണം കഴിക്കാൻ പറ്റൂ. ആ, എന്നാ എനിക്കറിയാം. നാളെ മുതൽ ഞാൻ സാരി ഉടുക്കാം. നാളെ എന്തിനാ ആക്കുന്നേ? ഇപ്പൊ തന്നെ റൂമിലോട്ട് ചെല്ലേ. അവിടെ ഇരിക്കുന്ന സാരി എടുത്ത് ഉടുത്തോണ്ട് വരുന്നു. ശരി അങ്കിൾ. മോള് പൊക്കോളി. അതെ അതെ, രണ്ടുപേരും ചെല്ലുക. ഇവയ്ക്ക് അവക്ക് മാത്രമാണ് ടെസ്റ്റ്, നിങ്ങൾക്കില്ല. നീ ചെല്ലുമോളെ. ഡോറ് നല്ലവണ്ണം അടച്ചോ. ഏയ്, ആ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് എന്റെ കൂടെ പുറത്തോട്ട് വാ. അയ്യോ, മതി ഞങ്ങൾ മതി കൂടെ മതി. വരിക അച്ഛാ. തീറ്റയൊക്കെ മതിയാക്കി. വാ എരിഞ്ഞു പുണ്ണായി, കണ്ണി കൂടെ തീ പറക്കുക. Para mi mamita que me quita mi bombón. Para mi mamita que me quita mi bombón. എന്താ എന്താ നീ ചെയ്യുന്നേ? ഞാൻ ചോദിച്ച കേട്ടില്ലേ നീ? സാരി ഉടുക്കാൻ ട്രൈ ചെയ്യുന്നു. അയ്യോ അയ്യോ അയ്യോ, നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. എന്നാ സാരി എന്താന്ന് പോലും നിനക്ക് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് സാരിയല്ല മോളെ, മുണ്ടാ. പക്ഷെ ഇതിൽ കസവുണ്ടല്ലോ. കസവോ? കസവ് സാരിയിലും ഉണ്ട്, മുണ്ടിലും ഉണ്ട്. എന്റെ ദൈവമേ, ദേ കണ്ടോ, ഇതിന്റെ പേരാണ് സാരി. എനിക്കറിയാം. നീ പോ, ഞാൻ സാരി ഉടുക്കണം. നിനക്കതിനെ അറിയില്ലല്ലോ, ഞാൻ ഉടുപ്പിച്ചു തരാം. ഷോ, എനിക്ക് നാണോ. ഹ? നാണോ? സാരി കയ്യിലെടുത്തത് നാടൻ പെണ്ണായല്ലോ. നാണം, പേടി, അന്തസ്, ആഭിജാത്യം, ഇതൊക്കെയാണ് സാരിയുടെ മഹിമ. അതിന് തന്നെ ഞാൻ ഉടുപ്പിച്ചു തരാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി, എത്ര പെണ്ണുങ്ങളെ ഞാൻ ഉടുപ്പിച്ചിട്ടുള്ളതാ. എന്താ? ടെൻഷൻ ആകണ്ട, ഞാൻ സ്കൂളിൽ ഒരുപാട് പിള്ളേരെ സാരി ഉടുപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനെ. Then it's okay. അതേ സ്ഥലം, അതേ മറുക. ഇത് മാഞ്ഞില്ലേ? എന്താ? ഓ, മാറുകോ. നന്നായിട്ടുണ്ടല്ലേ? സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാ നിങ്ങൾ തന്നെ വെച്ചോ. ആ, എന്താ ഇത്? സ്റ്റിക്കർ പൊട്ട് എങ്ങനെയോ ഇവിടെ ഒട്ടിയിരിക്കുന്നു. അത് ശരി.
എങ്ങനെ കൊള്ളത്തില്ലേ? വേലക്കാരി സ്ത്രീ നീ ഓടിപ്പോയി. എവിടായിരുന്നു മോനെ? ദിസ് ഈസ് ഇന്റർവെൽ ബ്ലോക്ക്. ഇത് കാലക്കി. ക്ഷമിക്കണം മോളെ, എന്തിനാ പെട്ടെന്ന്? നീ ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ചുരിദാറിട്ട മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി. ഇപ്പോ എന്താ പറയേണ്ടെന്ന് പോലും എനിക്കറിയില്ല. മൈസൂർ സാരി ചുറ്റി വന്ന മഡോണയാണെന്ന് പറയൂ ഡാഡി. മിണ്ടായിരിക്കടാ. എന്റെ മോക്ക് കണ്ടു കിട്ടാതെ നോക്കണം. എന്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉമ്മ. ദോശന്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ നന്നായിരിക്കും. ഹലോ, മിസ് മീനാക്ഷിയോട് கொஞ்சம் സംസാരിക്കാൻ പറ്റുമോ? ആ ഞാൻ ദോശ മീനാക്ഷി സംസാരിക്കുന്ന. ഹൂ സ്പീക്കിംഗ്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കണം. ഹലോ, എന്താ വേണ്ട നിങ്ങൾക്ക്? ആ, വിജയെ വിശ്വസിച്ച് ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത്. ഹേ മിസ്റ്റർ, വെയിറ്റ്. ഈ വിജയ് ഇല്ലേ, ഒരു പെങ്കോന്തനാണ്. ഹേയ് ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ, റാസ്കൽ. എന്റെ വിജയനെ കുറിച്ച് എന്റെ അടുത്ത് തന്നെ പറയുന്നോ? ഹേയ്, നിനക്ക് എന്താ അറിയാം വിജയനെ കുറിച്ച്? നിന്റെ അടുത്ത് എന്തിനാ ഞാൻ സംസാരിക്കുന്ന? ഫോൺ വെക്കടാ. ആ, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലേ? നീ അവന്റെ കൂടെ പുറത്തു പോയി നോക്ക്. എത്ര കുട്ടികൾ അവന്റെ പുറകെ വരുമെന്നറിയാവോ? അച്ചാന്ന് വിളിച്ച്. ഹേയ്, ഇപ്പൊ നീ പറഞ്ഞില്ലേ, അതാ ശരി. കുട്ടികളാണ് അദ്ദേഹത്തിന്റെ പിറകെ നടക്കുന്നത്. പക്ഷെ അച്ചാന്നല്ല, ചേട്ടാന്ന്. ഒരേ ഒരു കുട്ടി മാത്രമേ അദ്ദേഹത്തെ അച്ചാന്ന് വിളിക്കൂ. അത് എനിക്കും വിജയനും ഉണ്ടാവുന്ന കുട്ടി. മേഡം, ഹേയ്, ഇനി നീ ഒരു വാക്ക് സംസാരിച്ച ഈ ഫോണിൽ കൂടെ വന്ന് ഞാൻ നിന്റെ കാല് പൊട്ടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ നേരി വാ. ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് മേഡം. വിജയ്, അല്ല, എന്തോ നമുക്ക് രണ്ടുപേർക്കും ജനിക്കുന്ന കുട്ടി എന്റെ പുറകെ വരുമെന്ന് പറഞ്ഞു. ശ്ശേ. ഗായത്രി, നീ എന്തിനാ അവനെ അടിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞേ? C4 പോയിക്കോളൂ. രണ്ടുപേരും അടിപിടി കൂടല്ലേ? എന്താ ഇത്? എന്താ വിജയ്, ഇവര് ഓ, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ മറന്നുപോയല്ലേ. പൂജേച്ചി, ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹമാണ് മീനുവിന്റെ ചേട്ടൻ ശേഖർ. ഇതാ എന്റെ ചേച്ചി പൂജ. നമസ്കാരം. ഹലോ. ആ, പറയേ. എനിക്ക് ചായ എടുക്കാം. എന്താ മോനെ വിഷമിച്ച് നിൽക്കുന്നേ? നീ എന്താ ഓർത്തെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ കല്യാണം നടക്കാതെ അനിയന്റെ കല്യാണം എന്തിനാ നടത്തുന്നെന്ന്. അവിടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് മറക്കാൻ വേണ്ടി സ്കൂള് അത് ഇതൊന്നും പറഞ്ഞ് നടക്കുന്നു. അയ്യോ, നീ എന്താ മോനെ വിഷമിക്കുന്നത്? ഞാനെല്ലാ കാര്യവും മറന്നു. ഇപ്പം നമുക്ക് പ്രധാനം വിജയുടെ മീനുവിന്റെ കല്യാണമാണ്. അത് മനസ്സിലാക്കുക. ഇങ്ങോട്ട് നോക്കുക. പയ്യന്റെ ജാതകത്തെയും പെണ്ണിന്റെ ജാതകത്തെയും വെച്ച് നോക്കുമ്പോ ഇവരുടെ ഈ കല്യാണം ഒരു 6 മാസം കഴിഞ്ഞ് നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും.
അങ്ങനെയാണോ പറയുന്നേ? കല്യാണ തീയതി ഒന്ന് വേഗം നടത്താൻ പറ്റുമെന്ന് നോക്കി പറഞ്ഞേ. എന്താ അത്? ഒരു പോയിന്റ് പറഞ്ഞു തന്നതാ. ആക്ച്വലി ജാതക പ്രകാരം ഗുരുസ്ഥാനത്ത് പ്രശ്നമുണ്ടെങ്കിലും ശുക്രൻ ഉച്ച സ്ഥായില. കല്യാണം 6 മാസത്തിന് ശേഷം മതിന്ന് ഏത് മടയനാ പറഞ്ഞേ? നിങ്ങൾ തന്നെ 3 മാസത്തിന് ശേഷം വെക്കാം. ആരെ? അയ്യോ, കല്യാണം നടത്താന്നാ പറഞ്ഞേ. അത് ശരി, പേടിച്ചു പോയി. ഇപ്പൊ തൃപ്തിയായില്ലേ? അല്ല, ഒന്ന് ശരിക്കും നോക്കി പറഞ്ഞേ. നീ എന്തിനാ നോക്കണേ? കല്യാണം എന്ന് വെച്ചാൽ 1000 തവണ ചിന്തിക്കണം. 500 തവണ ചിന്തിച്ചാൽ നടക്കില്ല. ഇതൊന്ന് നോക്കിക്കോ, നിങ്ങൾ എന്നെ നോക്കിക്കോ. ദേഷ്യപ്പെടാതെ ഒന്ന് നോക്കി പറഞ്ഞേ. അയ്യോ, ഒരു പ്രധാന വിഷയം നോക്കില്ല കേട്ടോ. ചെറുക്കനും പെണ്ണിനും രണ്ടുപേർക്കും രാജ നക്ഷത്രം. അതിലൊരു റാണി നക്ഷത്രം. വാൽ നക്ഷത്രം അല്ലേ? പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. എന്താ അത്? പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് ആശ്ചര്യപ്പെടുക. ഓ, അതോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ചാ, ഈ കല്യാണം എപ്പോ വേണച്ചാ നടത്താം. ഇൻഫാക്ട് ഇന്നലെ കൂടെ നടത്തായിരുന്നു. ഇന്നലെയോ? ടുമാറോന്നേ. ടുമോറോയോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെരി ഗുഡ് ജ്യോതിഷ. ഈ ജാതകം ഒരു പ്രാവശ്യത്തിന് പകരം 3 പ്രാവശ്യം നോക്കി. വളരെ സന്തോഷം. എന്നാ വളരെ ശരി. നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങാട്ടോ. ശരി. മഹാഭാവി, എന്തു പറ്റി? ഓ, ഇങ്ങനൊക്കെ നടക്കുമെന്ന് മനസ്സിൽ പോലും നിരീക്ഷില്ല. കൈ കിട്ടിയത് വായിലെത്താതെ പോയല്ലോ. അച്ഛന് മനസ്സിലാവുന്നല്ലോ പറ. അതൊന്നുമില്ല, എല്ലാം നന്നായിരിക്കണോ. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തെ. ജാതക പ്രകാരം പയ്യനൊരു ദോഷമുണ്ട്. ഓ, കൈക്ക് കുറച്ച് നീളം കൂടുതലാ. അതുകൊണ്ട് കല്യാണം വരെ രണ്ടുപേരും ഒരിക്കലും കാണാനും പാടില്ല, മിണ്ടാനും പാടില്ല, അടുക്കാനും പാടില്ല. എന്നാ ഞാൻ വരട്ടെ. അദ്ദേഹം പറഞ്ഞത് കേട്ടോ? കേട്ടു. ആ, നിനക്ക് പടമെടുക്കാം, ഫൈനാൻസ് വേണ്ടേ? വേണം. അപ്പോ നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്തിനാ ഡാഡി? ആവശ്യമുണ്ടടാ. നിന്റെ അനിയനും മീനുവും തമ്മിൽ കാണാതെ നോക്കണം. അങ്ങനെ അവര് കാണുമ്പോൾ നീ അത് എന്നോട് വന്ന് പറയണം. നിനക്ക് അന്നേരം ഫൈനാൻസ് തരാം. ഫൈനാൻസ് തരുമോ? ഉറപ്പായിട്ടും. അപ്പൊ രണ്ടുപേരും പിടിച്ചു തരേണ്ട എന്റെ കടമയാ. ഓക്കെ. റിലാക്സ്. Come on, come on, come on, come on, I say, come close, come Thank you, close. Daddy! മിസ് ചെയ്തില്ലോടാ. അവിടെ നിക്ക. ഇങ്ങതാ, ഞാൻ ഉണക്കാനിട. അയ്യോ വേണ്ട കുഞ്ഞെ, മുതലാളി കണ്ട വഴക്ക് ഒന്നും പറയില്ല, നീ പോ. കാമുകനെ തേടി. ബ്യൂട്ടിഫുൾ ടൈറ്റിൽ ഡയറക്ടർ, നോട്ട് ദിസ് പോയിന്റ്. ടെറസിന്റെ മേലെ തുണി ഉണക്കാൻ ഇവൾ എന്തിനാ പോകുന്നേ? ടെറസിന്റെ മേലെ ഇവള് പോകണമെങ്കിൽ ആ ഹീറോ അവിടെ ഉണ്ടായിരിക്കണം. ടെറസിന്റെ മുകളിൽ ലവ് ജോഡി. എനിക്ക് ഫൈനാൻസ് റെഡി. ഡാഡി, ഓ ഡാഡി. ആന്റി ചെറിയച്ചത് അവിടെയുണ്ട്. നിങ്ങൾ പോയി സംസാരിച്ചോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. എന്ത്? നിങ്ങൾ നോക്കിക്കോളൂ. അയ്യോ, ഞങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. താങ്ക് യു. നീയാണോ? നീ എങ്ങനെ ഇവിടേക്ക് വന്നേ? തുണി ഉണക്കാനാന്ന് പറഞ്ഞിട്ട് വന്നു. എങ്കിൽ ഉടനെ അടിച്ച് ഉണക്കാനിട്. ഏയ്, ഡാഡി, വാ. എന്താണ്? രണ്ടുപേരും മേലിലുണ്ട്. ഇന്ന് എന്നെ ഫൈനാൻസ് റെഡിയാക്കി തരണേ. വാ ഡാഡി, എന്നാ വേഗം വാ. ഈ പടി കയറാൻ മേലെ? അയ്യോ, അങ്ങനെ നോക്കല്ല, എനിക്ക് നാണാവുന്നു. അടുത്ത് വരരുത്, ആരെങ്കിലും കാണും. കെട്ടിപ്പിടിക്കല്ല. തലയിലെഴുത്ത്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ പേടിച്ച് കെട്ടിപ്പിടിക്കണം. എന്നാൽ ഒന്ന്, ഈ കട്ട് കെട്ടിപ്പിടിക്കുന്നതിന് ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ? ആരെങ്കിലും ഇപ്പൊ വരും. ഈ ടെറസിന്റെ മേലെ ഒരു കുഞ്ഞു പോലും വരില്ലെന്നേ. അയ്യോ, സ്മെല്ല് വരുന്നുണ്ടാ? പപ്പായ പഴത്തിന്റെ വാസന വരുന്നുണ്ട്. ഓ, പപ്പായുടെ ഒന്നുമല്ല, നമ്മുടെ മീനിന്റെ സ്മെല്ല്. കുറച്ച് സമയത്തിനുള്ളിൽ സെന്റ് വാസന വരും. വിജയ് എവിടെയുണ്ട്? ഫോളോ മീ. കം. ഇതിലേക്ക് ഇറങ്ങി വാടാടി, വേഗം. വിടില്ല ഞാന്. കേട്ടില്ലേ? ഡാഡി, ഫോളോ മീ. ഞാൻ പറഞ്ഞില്ലേ മീൻ മേലെ ഉണ്ടെന്ന്. ഫൈനാൻസ് റെഡിയാക്കി. മോളെ മീനു, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ആരാ പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കാന്ന്? ഞങ്ങൾ കൂടില്ലേ അമ്മാവാ? നീ എങ്ങനെ ഇവിടെ വന്നു? എടുത്തി അച്ഛാ, ഇവർ താഴെ ഉണ്ടായിരുന്നതാ, ഇപ്പൊ എങ്ങനെ മുകളിലെത്തി? ആവശ്യമില്ലാതെ ഈ പടിയെല്ലാം കയറ്റി എന്നെ മേളിൽ കൊണ്ടുവന്നില്ല മഹാഭാവി. വിജയ് ഇവിടെ പോയടാ. അച്ഛാ, ഞാൻ ഇവിടെ ഉണ്ടച്ചാ. നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ?
പട്ടം പുറത്തു വച്ചാ. എന്ത് പട്ടോ? ഡാഡി അവൻ കള്ളം പറയുവാ. അവിടെ പട്ടമൊന്നുമില്ല. നീ ആക്ഷൻ കാണിക്കാ. അല്ല മാമ, ഇങ്ങനെ കള്ളം പറയുന്നേ. അമ്മാവന് കാണുന്നില്ലായിരിക്കും, കാഴ്ച കുറഞ്ഞു വരല്ലേ. ആർക്കാ അതിന്റെ കെട്ടിയവനോ? ഒന്ന് ചുമ്മാ ഇല്ല മാമ. ദേ നോക്ക്, നീല കളർ പട്ടം. അതായത് ആകാശം നീല നിറമായതുകൊണ്ട് രണ്ട് നീലയും കൂടെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. അമ്മാവന് കാണുന്നില്ല, അതുകൊണ്ടാ. ബ്ലൂവാ? അതെ, അതാ നീല കളറില്. ബ്ലൂ എന്ന് പറഞ്ഞാൽ നീലയാന്ന് നിന്റെ കെട്ടിയവൻ അറിയത്തില്ലായിരിക്കും. എനിക്കത് നല്ലതുപോലെ അറിയാം. ഡാഡി ഇവരെല്ലാരും കൂടെ എന്നെ കളിയാക്കുക. കുടുംബത്തോടെ എല്ലാരും ചേർന്ന് എന്നെ നശിപ്പിക്കാൻ നോക്കുക. ആ കുടുംബത്തിലുള്ളതല്ലേ നീ? ആ ചേട്ടാ ചേട്ടാ, വാ 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 വാ. എന്താ നിങ്ങളൊരു പ്രശ്നം? സത്യസന്ധനല്ലേ? സത്യം പറയണം. മേലെ എവിടെയെങ്കിലും പട്ടം ഉണ്ടോ ആ നോക്കാം. അടിപൊളി അടിപൊളി. ആ അങ്ങനെ അടിപൊളി പച്ചപ്പട്ടം. പച്ചപ്പട്ടല്ലേ? ആ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്തായി? ബ്ലൂ പട്ടെന്ന് കള്ളം പറഞ്ഞല്ലേ? ദൂരത്ത് നോക്കുമ്പോ അങ്ങനെയാടാ, നീല കളറാ അല്ലേടി? അപ്പൊ നിങ്ങൾ ഗോൾ അടിക്കുക അല്ലേ? ഡാഡി പട്ടം വിടണമെങ്കിൽ നൂല് വേണ്ടേ? അവിടെ നൂല് കുന്തമില്ല. അടുത്ത് പോയി നോക്കാം. ഫൈനാൻസ് കണ്ടു പഠിക്ക്. അത് കറുത്ത നൂലാണ്. ആ അതുകൊണ്ടാ നിനക്ക് കാണാൻ പറ്റും. എടാ മരമണ്ട. എന്റെ കണ്ണിൽ മാത്രം ഈ പട്ടം കാണാത്ത. എന്തായാലും കൊള്ളാം. എടാ വിജയ്, ഇങ്ങ ഇറക്കി വാടാ. പട്ടം വിട്ടോണ്ടിരിക്കല്ലേ, എങ്ങനെ വരുന്നേ? നീ വിട്ടാലും വിട്ടില്ലേലും പട്ടമാക്കിരുന്നോളും. വാ. എടാ വെയിൽ കൊണ്ട് കറക്കാതെ താഴെ ഇറങ്ങും. അഭിനയിച്ചത് മതിയാക്ക്, മനസ്സിലായി. എടീ, വിജയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കള്ളം പറഞ്ഞു. അല്ല, അച്ഛൻ എന്താ കള്ളം പറഞ്ഞേ? എന്റെ ഫൈനാൻസ് രക്ഷിച്ചതാ. അത് മാത്രമല്ല, ആ. അവര് കൊച്ചു പിള്ളേരല്ല. ആ. ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അതിനിടയിൽ കയറി നമ്മൾ തടസ്സം നിൽക്കുന്നത് ശരിയല്ലല്ലോ. പോരാഞ്ഞിട്ട് ജ്യോതിഷര് പറഞ്ഞത് കേട്ടിട്ടാണ് ചെറിയൊരു പേടി. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരാൻ പാടില്ലല്ലോ. 10 പേരോ? അതെന്ത് വീടാണോ, ലേബർ കോളനിയാണോ? ഗണേഷ് ഇപ്പൊ എന്താ പറയുന്നേ? ഇത് കേൾക്ക്, എന്റെ അവസ്ഥ മനസ്സിലാക്ക്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ളത് സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് പ്രേമം വേറെ, ജീവിതം വേറെ. മാത്രമല്ല, ഞാൻ ആ പെണ്ണെ കല്യാണം കഴിച്ചാൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും. അതേപോലെ നിനക്കും കഴിയും. ബെസ്റ്റ് ഓഫ് ലക്ക്. എനിവേ, ഇതുവരെ എൻ്റെ കൂടെ കമ്പനി കൂടിയതിന് വളരെ നന്ദി. പോട്ടേടാ. നിനക്കിതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെ കാര്യം വീട്ടിലെല്ലാവർക്കും അറിയാം. എന്നിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എന്താ, ആത്മഹത്യാ ശ്രമം നടത്തൂ? വേഗം നടത്തിക്കോ. ഗണേഷ്, ആ പെണ്ണിനോട് നീ എന്താ പറഞ്ഞേ? നീ ആരാടാ? അവളുടെ ചേട്ടനാണോ? ചേട്ടൻ തന്നെയാ. അവിടെ ആത്മഹത്യ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൊല നടക്കും. മിസ്റ്റർ, ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്. ഏതാടാ പേഴ്സണൽ മാറ്റർ? നിന്റെ ഇഷ്ടത്തിന് ഒരാളെ സ്നേഹിക്കുന്നു, പിന്നെ വേറെ ഒരുത്തി കല്യാണം കഴിക്കുന്നു. ഇതാണ് പേഴ്സണൽ മാറ്റർ. ഇത് പബ്ലിക് മാറ്ററാ. ഈ പെണ്ണിനെ വിട്ടിട്ട് നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാലുണ്ടല്ലോ നിന്നെ വിട്. വിജയ്, എന്നെ വിടാനാ പറഞ്ഞത്. വിട്. ആരെയോ ചതിച്ച കാര്യത്തിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്റെ ചേച്ചിയുടെ അവസ്ഥ ഓർത്ത്. ഞാൻ മാത്രമല്ല, എന്റെ വീട്ടിലുള്ള എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവനെ പോലെ ഒരു റാസ്കലാണ് അവൻ. എന്റെ ചേച്ചി അവൻ ചതിക്കുകയായിരുന്നു. ഇവനെ ഞാൻ അടിച്ചു. അവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയും ഞാൻ. അല്ലെ, എന്താ കല്യാണ പെണ്ണിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വിജയെ കാണരുതെന്ന് പറഞ്ഞ് അച്ഛൻ വിലക്കിയതുകൊണ്ടാണോ? ഞാൻ വേണമെങ്കിൽ അവനോടൊന്ന് പട്ടം പറത്താൻ പറയട്ടെ. ഇപ്പൊ അതല്ല പ്രശ്നം. മറ്റന്നാളാ കല്യാണ നിശ്ചയം. ചേട്ടന് കിട്ടിയത് എപ്പോ വരുമെന്ന് അറിയില്ല.
ഏത് ഫ്ലൈറ്റിൽ വരും എങ്ങനെ വരും എന്ന് ആകെ കൺഫ്യൂഷനാ. അതാണോ കാര്യം? ദാ സംസാരിക്കേ. ചേട്ടാ നിക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ, ഞാൻ വിജയുടെ ചേച്ചിയാണ്. ആരാ സംസാരിക്കുന്നേ? ഞാൻ മീനുവിന്റെ ചേട്ടനാണ് സംസാരിക്കുന്നത്. എനി പ്രോബ്ലം? ഈ കല്യാണത്തിന്റെ പ്രോബ്ലം നിങ്ങളായിരിക്കും ഉണ്ടാക്കുക. അല്ലാതെ എന്ത് പറയാനാ? നാളെ കഴിഞ്ഞില്ലേ അനിയത്തിന്റെ നിശ്ചയം? ഈ സമയം ഇവിടെ കാണേണ്ടതല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാൽ എങ്ങനെയാ? നിങ്ങളിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവും. ഞാനും ഭാര്യയും എയർപോർട്ടിലേക്ക് പുറപ്പെടാൻ പോവാ. പിന്നൊരു കാര്യം, ഫ്ലൈറ്റിൽ ആദ്യത്തെ സീറ്റ് തന്നെ ഇരിക്കണേ, മുൻനിരയിൽ. അപ്പോഴേ പുറത്തു വരാൻ സാധിക്കൂ. വെയിറ്റ്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വിചാരിക്കുകയാണോ? നിങ്ങളെ കാണാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കുക, അതുകൊണ്ടാ. മാഡം, ഈ ശബ്ദം ഞാൻ ഇതിനു മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയെന്നാണ്? നിങ്ങൾക്ക് എവിടെയോ കേട്ട പോലുണ്ട്. എനിക്ക് എപ്പോഴോ കേട്ട പോലുണ്ട്. റിയലി? നിങ്ങളുടെ പേര് വിജയുടെ ചേച്ചി എന്നാണോ അതോ വേറെ പേരില്ലേ? അതിനെക്കുറിച്ച് വിജയൊന്നും പറഞ്ഞില്ലേ? എന്റെ പേര് സോറി. ഹലോ. നീയോ? എന്തിനാടാ ഫോൺ മേടിച്ചത്? അല്ല, പിന്നെ ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നീ വരേണ്ട താമസമേ ഉള്ളൂ. വേഗം പുറപ്പെട്ടു വാടാ. അത് വിടറാ. ഇപ്പോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ വിജയുടെ ചേച്ചി? ആ ശബ്ദവും ആ ചൊറുചൊറുപ്പും ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ട്. അവരുടെ പേരെന്താ? പിന്നെ നാട്ടിലുള്ള എല്ലാ ബന്ധുക്കൾക്കും ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു. എടാ ഇഡിയറ്റ്, എന്താടാ നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ആ പെണ്ണിന്റെ പേരെന്താണെന്ന് പറയേ, എന്റെ തല പെരുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത തിങ്കളാഴ്ചയാണ് നിശ്ചയം വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ല നീ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. ശരി, നീ വേഗം വാ. ബാക്കിയെല്ലാം നമുക്ക് നേരെ സംസാരിക്കാം. ഓക്കെ, ബൈ. സോറി. ഇറ്റ്സ് ഓക്കെ. ഐ എം വെരി സോറി. ഡാഡി, സ്വിറ്റ്സർലൻഡിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട്. വരൂ, ഇതെന്റെ അച്ഛൻ മിസ്റ്റർ സേതുപതി. നന്നായി വരട്ടെ. ഇതെന്റെ വലിയേട്ടൻ കൃഷ്ണൻ. ഇത് ഏടത്തി ഉമ. നമസ്കാരം. ഇത് ചെറിയേട്ടൻ വാസു. ഹലോ. ഇത് ഏടത്തി ഗിരിജ. നമസ്കാരം. ഇതെന്റെ ചേച്ചി പൂജ. നമസ്കാരം. ഇവരൊക്കെ എന്റെ ഏട്ടന്റെ കുട്ടികളാ. ഗായത്രി. ഇതാരാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഹൗസ് കീപ്പർ സുകുമാരൻ. അല്ല, നിങ്ങളുടെ ഭർത്താവ് എവിടെ? വന്നില്ല. ഏട്ടത്തി, എന്താ ചേട്ടൻ വരാത്ത? ജനീവ എയർപോർട്ട് വരെ വന്നു. പെട്ടെന്ന് പാസ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു. കല്യാണത്തിന് തീർച്ചയായിട്ടും വരുവേ. ഫ്ലൈറ്റിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നല്ല ക്ഷീണം കാണും. അകത്ത് പോയി വിശ്രമിക്കുക. അങ്ങോട്ട് പോകാം. മീനു, ദാമോ, ഏടത്തിനെ കൂട്ടിക്കൊണ്ടു വാ. എന്താ ആഹാരം വേണ്ടെന്ന് വെച്ചാ ചോദിച്ചു മനസ്സിലാക്കി നീ ചെയ്തു കൊടുക്കണം. പെട്ടെന്ന് കണ്ടില്ലെന്ന് പറഞ്ഞു. എന്തായാലും കല്യാണത്തിന് വരാതിരിക്കില്ല. നരേന്ദ്രന്റെ പാസ്പോർട്ട് എടുത്ത് നീ ഒളിച്ചു വെച്ചല്ലേ? ഒരുപാട് നന്ദിയുണ്ടടാ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എന്റെ സമാധാനം പോയി. പാസ്പോർട്ട് നിങ്ങൾ മറച്ചു വെക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ആകെ ടെൻഷൻ ആയി പോയി. എന്റെ പാസ്പോർട്ട് എടുത്ത് മറച്ചു വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ ആകെ ബുദ്ധിമുട്ടിപ്പോയി. ശരി, സാരമില്ല. നരേന്ദ്രൻ വന്നില്ലല്ലോ. ഇല്ല, അത് മതി. താങ്ക് ഗോഡ്. ഒരു സംശയമുണ്ട്. എന്താ? എന്തിനാണ് നരേന്ദ്രൻ സാറിന്റെ പാസ്പോർട്ട് ഒളിപ്പിക്കാൻ പറഞ്ഞത്? ഏയ്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എങ്ങനെയെങ്കിലും നാളത്തെ ഈ നിശ്ചയം ഒന്ന് നടന്നു കിട്ടട്ടെ.